ഫോർട്ട് കൊച്ചിയിൽ വരുന്ന ആളുകൾക്ക് അധികം അറിയാത്തതും എന്നാൽ ആരും പോകാത്തതുമായിട്ടുള്ള ഒരു അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. അതായത് ഇന്ത്യൻ നേവൽ മാരിടൈം മ്യൂസിയം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. നമ്മുടെ ഈ ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രവും പാരമ്പര്യവും വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു നാവിക മ്യൂസിയമാണിത്. ഫോർട്ട് കൊച്ചിയിലെ INS ദ്രോണാചാര്യയിൽ KJ ഹെർഷൽ റോഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. സിന്ധു നദീതട സംസ്കാരം മുതലുള്ള നാവിക പാരമ്പര്യം, ചരിത്രപരമായിട്ടുള്ള പോരാട്ടങ്ങൾ, പഴയകാല ആയുധങ്ങൾ, മിസൈലുകൾ, ഹെലികോപ്റ്ററുകൾ എന്നിവ ഇവിടെ നമുക്ക് കാണാം. എല്ലാവരും ഒരു പ്രാവശ്യം കാണേണ്ട സംഭവം തന്നെയാണ് കേട്ടോ. ഇതെല്ലാം ഈ കാണുന്ന മിസൈലും ഇതെല്ലാം ഒറിജിനൽ തന്നെയാണ് കേട്ടോ. എല്ലാം ഒറിജിനലത്തെ ഒന്നുമില്ല. ഇതെല്ലാം ഒറിജിനൽ. ഇത് ഈ നെറ്റാണ് സെൻസർ ചെയ്യണ സാധനം. ഈ 2 നെട്ടും പോയിട്ട് സെൻസർ ചെയ്ത് പിടിക്കണത്. INS വിക്രാന്ത്. റാങ്കുകൾ, ഓഫീസേഴ്സിൻ്റെ റാങ്ക്. ഓരോ ഇതനുസരിച്ചുള്ള യൂണിഫോമുകൾ. തേർഡ് മൊത്തം ഇവർ ബാഡ്ജുകളാണ് കേട്ടോ. ബാഡ്ജുകൾ, അതുപോലെ മെഡലുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളാണ്. തോക്കുകളൊക്കെ പെട്ടക്കണ തോക്കുകളൊക്കെ കണ്ട ഇരട്ടക്കുഴൽ തോക്കുകൾ. വെറും ചുരുങ്ങിയ 50 രൂപ ടിക്കറ്റിലാണ് നമുക്ക് ഈ ഒരു കാഴ്ച ഇവിടെയുള്ളത്. 50 രൂപ നമ്മൾ മുടക്കുമ്പോൾ 50 ലക്ഷം രൂപയുടെ കാഴ്ചകളാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. എത്ര കൊടുത്താലും നമുക്ക് കിട്ടാത്ത, ലഭിക്കാത്ത കുറേ നല്ല കാഴ്ചകൾ. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ തീർച്ചയായും ഇത് പ്രയോജനപ്പെടും. നെഹ്റു യുവ കേഡൽ വെൽഫെയർ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സംസ്ഥാന ക്യാമ്പുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇവിടെ പോകുന്നത്. പലപ്പോഴും ഫോർട്ട് കൊച്ചിയിൽ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. നാവിക ചരിത്രവും പാരമ്പര്യവും വിളിച്ചോതുന്ന പ്രധാനപ്പെട്ട ഒരു കാഴ്ചയാണിത്. 1938 ബ്രിട്ടീഷുകാർ നിർമ്മിച്ച 2 ചരിത്രപ്രധാനമായ 2ാം ലോക മഹായുദ്ധ ബങ്കറുകളിലാണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത്. കുഞ്ഞാലിമരക്കാരുടെ ചരിത്രം, പഴയകാല കപ്പലുകളുടെ മാതൃകകൾ, തോക്കുകൾ, ടോർപിഡോകൾ, നാവികരുടെ യൂണിഫോമുകൾ എന്നിവ ഇവിടെ നമുക്ക് കാണാം. കൂടാതെ മ്യൂസിയത്തിന് പുറത്തുള്ള പുൽത്തകിടിൽ മിസൈലുകളും നാവിക ഹെലികോപ്റ്ററുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ പല വ്യത്യസ്ത കാഴ്ചകളും നമുക്കിവിടെ കാണാം. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 5:30 വരെയാണ് നമുക്ക് ഇവിടെ പ്രദർശിക്കാനുള്ള സമയം. ഇതുപോലെ ഓരോന്നിൻ്റെയും ഫ്രണ്ടിൽ അതിൻ്റെ ചരിത്രങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് വരുന്നവർക്ക് കണ്ടും വായിച്ചും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഗ്രൂപ്പായിട്ടൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഗൈഡ് ഉണ്ടാവും. നമുക്ക് എല്ലാം ആദ്യം തന്നെ ഇതിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങളെല്ലാം പറഞ്ഞു തരാനായിട്ട് ഇവിടുത്തെ തന്നെ ഉദ്യോഗസ്ഥരുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഒരു മിസൈൽ എടുത്താൽ ആ മിസൈലിൻ്റെ അത് ഏത് വർഷമാണ്, ഏതിനുപയോഗിച്ചതാണ് എന്നൊക്കെ എല്ലാം നമുക്കറിയാനായിട്ട് സാധിക്കും. വലിയ 2 ബങ്കറുകളിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഫോർട്ട് കൊച്ചിയിൽ വരുന്നവർ ആദ്യം തന്നെ ഇനി കാണേണ്ടത് ഇത് തന്നെയാണ് കേട്ടോ. ഇവിടെ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും പോയിരിക്കണം. ഫാമിലിയായിട്ട്, അതുപോലെ തന്നെ കുട്ടികളെയൊക്കെ, പഠിക്കുന്ന കുട്ടികളെയൊക്കെ തീർച്ചയായും ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവരണം. കുറേ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്.
ഡൊറോത്തി വെസൽ. മലയാളികളെക്കാൾ കൂടുതൽ ഇവിടെ കാണാനായിട്ട് വരുന്നത് പുറത്തുനിന്നുള്ള ആളുകളായിട്ടോ. വാഷ്റൂമിലേക്ക് പോകുന്ന വഴി പോലും ചരിത്രങ്ങളാണ് കേട്ടോ. ഇതുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നത് സൈനിങ് ഔട്ട് മൻസൂർ മുഹമ്മദ്.